ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് വിശാഖപട്ടണത്തു നിന്നാണ്. ഏകദേശം നമ്മൾ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ഇതിന് ശേഷം നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭുവനേശ്വറിലേക്കാണ്. ഏകദേശം 500-520 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഭുവനേശ്വറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ അതിനുവേണ്ടി എടുക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലായി. കാലത്ത് RK ബീച്ചിലുള്ളൊരു ജോഗിങ്ങും നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് വൈകി. അതുകൊണ്ട് തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. എപ്പോഴും നമ്മൾ ദീർഘയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ മാക്സിമം രാവിലെ ഇറങ്ങുന്നതാണ് നല്ലത്. പീക്ക് ടൈമിലുള്ള ട്രാഫിക്കൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ. പക്ഷേ എപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത്തവണത്തെ ഹൈവേ യാത്രയിൽ അധിക യാത്രയും വരുന്നത് NH16 കൂടെയാണ്. കുറച്ചൊക്കെ NH316 വരാറുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഭുവനേശ്വറിൽ സ്റ്റേ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഭുവനേശ്വറിൽ മെയിനായിട്ടും കവർ ചെയ്യാനുള്ളത് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന കൊണാർക്ക്, പുരി, ലിംഗരാജ ടെമ്പിൾ. ഈ ഓരോ ഇടങ്ങളും തമ്മിൽ ഏകദേശം 1 മുതൽ 1.5 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരെണ്ണം ഇന്ന് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാമല്ലോ എന്നുള്ളത് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ പുരിയിൽ സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു ആലോചനയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ NH16 നിന്നും ഒരു ഡൈവേർഷൻ എടുത്തിട്ട് പുരിയിലേക്ക് പോയി. ഈ നാഷണൽ ഹൈവേ കാഴ്ചകളെക്കാളും പലപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതും ഒരു ജീവനുള്ളതായിട്ട് തോന്നുന്നതും നമുക്ക് ഉൾപ്രദേശങ്ങളിലുള്ള കാഴ്ചയാണ്. ഈ ഒഡീസയിലെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചപ്പോഴും കേരളത്തിനോട് സമാനമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. ഈ 80s 90s കിഡ്സിന് വളരെയധികം പരിചയമുള്ള ഒരു കേരള കാഴ്ചയാണ് നമുക്ക് ഒഡീസയിൽ കാണാൻ പറ്റിയതെന്ന് തോന്നി. നീണ്ടു കിടക്കുന്ന പാഠശേഖരങ്ങളും അതിനകത്തുള്ള ക്രിക്കറ്റ് കളിയും കുടത്തിൽ വെള്ളം കൊണ്ടുപോകുന്നതും വഴിയാത്രകളിൽ നിന്നും പൈസ വാങ്ങുന്ന ചെറു സംഘങ്ങളും എല്ലാം അവിടുത്തെ ഒരു കാഴ്ചയായിരുന്നു. വഴിയരികിലൊക്കെ നല്ല പനന്തൊങ്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ പറഞ്ഞ് കുട്ടികളെ അതൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ യാത്ര പോയിക്കൊണ്ടേയിരുന്നത്. വീണ്ടും ഒരു നാഷണൽ ഹൈവേ എത്തി. ഇത് നാഷണൽ ഹൈവേ 316 ആണ്. അങ്ങനെ ഞങ്ങൾ പുരി എത്താറായി. ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങൾക്ക് പുരിയിൽ പോയിട്ട് എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് വലിയ ഐഡിയ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇവിടെ പോകാൻ പോകുന്നത്. ഇതിനെപ്പറ്റി വലിയ റിസർച്ച് നടത്തുകയൊന്നും ചെയ്തിരുന്നുമില്ല. അവിടെ ചെന്നിട്ട് അവിടുത്തെ തരം പോലെ ചെയ്യാമെന്നാണ് കരുതിയത്. പുരി എത്തുന്തോറും റോഡുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി നമുക്ക്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി നേരം വൈകുന്തോറും ഈ വാഹനത്തിൽ യാത്ര ചെയ്യാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു റൂം കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ വാഹനം അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ സഹായത്തോടു കൂടി അവിടുത്തെ പ്രദേശങ്ങളെല്ലാം കാണുക എന്നുള്ളതാണ് ഉദ്ദേശമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അവിടെ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ജഗന്നാഥ ടെമ്പിളിലേക്ക് പോയി. പോകുന്ന വഴിയിലെല്ലാം ഈ ചെറിയ ചെറിയ വഴികളാണ് കാണാൻ പറ്റിയത്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ യാത്രക്കാരുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോണടി ഉണ്ടല്ലോ, നമുക്ക് തീരെ പരിചയമില്ല. അത് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല. അവർ ഹോൺ അടിക്കാതെ വണ്ടി ഓടിക്കാറേ ഇല്ല എന്ന് തോന്നും നമുക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടുന്ന് കാണുമ്പോൾ തന്നെ ജനസാഗരം എന്ന് നമ്മൾ പറയില്ലേ, അത് വെറുതെ അല്ല എന്ന് തോന്നും. അത്ര അധികം മനുഷ്യരാണ് അവിടെ ചുറ്റും കൂടിയിരിക്കുന്നത്. ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ജഗന്നാഥൻ എന്ന പേരിലുള്ള ശ്രീകൃഷ്ണനോട് വേണ്ടിയിട്ടാണ്. കൂടെ ബലഭദ്രനും സുഭദ്രയും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ചാർധാം തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെയധികം പ്രാധാന്യവും ഇവിടെയുള്ളത്. ഈ ചെരുപ്പും സാധനങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷമുള്ള ഉള്ളിലുള്ള ദൃശ്യങ്ങളൊന്നും നമുക്കിവിടെ ലഭ്യമല്ല. അവിടുത്തെ ഇത്ര അധികമുള്ള തിരക്ക് കണ്ടപ്പോൾ നമ്മൾ എന്തായാലും കുട്ടികളെയും കൊണ്ട് ഉള്ളിൽ കയറി തൊഴുക എന്നുള്ളത് പറ്റില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, അവർക്ക് പൂജാരിമാരുടെ കോട്ടയുണ്ട്, 1000 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വളരെ സുഖമായി അതിൻ്റെ ഉള്ളിൽ കയറ്റി തൊഴിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ പയ്യൻ്റെ കൂടെ പോയി അവിടെ തൊഴുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞു, തൊഴുത് കഴിഞ്ഞിട്ടേ പൈസ തരുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള തിരക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്ര അധികം തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ഭക്തിയുടെ വേറൊരു മുഖമാണ് നമുക്ക് അവിടെ പലരിലും കാണാൻ പറ്റുന്നത്.
അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കലിംഗ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മിതി തന്നെ ഒരു അവിസ്മരണീയമായ കാഴ്ചയാണ്.